ഞങ്ങൾ കുണ്ട്രയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലിസി വർഗീസ്. എൻ്റെ ഹസ്ബൻഡാണ് ഇത്. ആദ്യം കണ്ണിനൊരു മഞ്ഞ പോലെ കണ്ടു. അത് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ അവിടുന്ന് റെഫർ ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നു. കണ്ണിൽ മഞ്ഞ കാണുന്നതിന് മുന്നേ തന്നെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. വെയിറ്റ് കുറഞ്ഞത് എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. പിന്നീടാണ് കണ്ണിൽ മഞ്ഞ വന്നത്. അത് മുഖേനയാണ് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയത്. അവിടെ നിന്നാണ് ഇവിടെ വന്നത്. അച്ഛന് സർജറി ചെയ്തു. സർജറിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതീവ സന്തോഷത്തിലാണ്. എല്ലാം പെർഫെക്റ്റായിരുന്നു. എല്ലാം ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഇടപെട്ടത്. അരുൺ സാറാണ്. അരുൺ സാറിനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടത്. ഒരു മോനെ പോലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ്. അച്ഛന് ഒരു കുഴപ്പവും ഇല്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കുമാർ, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജനാണ്. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു 62 വയസ്സുള്ള ഒരു അച്ഛൻ മഞ്ഞപ്പിത്തമായിട്ട് വന്നത് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നമുക്ക് റെഫറലായിട്ട് വന്ന ഒരു രോഗിയുടെ കഥയാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ മഞ്ഞപ്പിത്തത്തെ പറ്റി 1-2 കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. മഞ്ഞപ്പിത്തത്തിന് 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കരൾ സംബന്ധമായ അസുഖങ്ങൾ. നമ്മളിപ്പോൾ ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതിനുശേഷം വരുന്ന സിറോസിസ്, ഇതുമൂലമായിട്ടുള്ള മഞ്ഞപ്പിത്തം. 2 എന്ന് പറയുന്നത് കല്ലുകൾ, അത് പിത്താശയത്തിൻ്റെ കല്ലുകളാവാം അല്ലെങ്കിൽ പിത്തനാളിയിലുള്ള കല്ലുകളാവാം, അത് കാരണം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം. 3ാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളതുമായത്. അത് പാൻക്രിയാസിൻ്റെയോ അല്ലെങ്കിൽ പിത്തനാളിയുടെയോ കുഴലുകളിലുണ്ടാകുന്ന ക്യാൻസറുകൾ മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ്. പെരിആംപുലറി ട്യൂമേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇതുമൂലമുണ്ടാകുന്ന ക്യാൻസറുകൾ മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം പൊതുവേ വളരെയധികം ബിലിറൂബിൻ്റെ ലെവൽ വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. യൂഷ്വലി ഒരു 10-15 വരെയൊക്കെ ബിലിറൂബിൻ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കല്ലുകൾ കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം യൂഷ്വലി 10-ൽ താഴെയായിരിക്കും ബിലിറൂബിൻ്റെ ലെവൽസ് വരിക. അപ്പോൾ ഈ അച്ഛന് ഏകദേശം ഒരു 17 വരെ ബിലിറൂബിൻ പോയിട്ട് നമ്മളതിനെ പുറത്തൊരു ഹോസ്പിറ്റലിൽ അവർ സ്റ്റെൻഡ് ചെയ്തിട്ട് സർജറിക്ക് വേണ്ടിയാണ് ഇവിടെ റെഫർ ചെയ്തത്. ഈ സർജറിയുടെ പേര് വിപ്പിൾസ് റിസെക്ഷൻ അല്ലെങ്കിൽ വിപ്പിൾസ് പാൻക്രിയാറ്റിക് റിസെക്ഷൻ എന്നാണ് പറയുക. പൊതുവേ പിത്തനാളിയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ള ട്യൂമറുകൾ, അതേപോലെ തന്നെ പാൻക്രിയാസിൻ്റെ തലഭാഗത്തുള്ള ട്യൂമറുകൾ, അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ ഡ്യൂയോഡിനത്തിലുള്ള ട്യൂമറുകൾ, ഇതൊക്കെല്ലാം ചെയ്യുന്ന ഒരേ സർജറിയാണ്. ആ സർജറിയാണ് വിപ്പിൾസ് റിസെക്ഷൻ. ആ റിസെക്ഷൻ സർജറി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ CT സ്കാന്, MRI മുതലായ ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ ബയോപ്സി എടുത്തതിന് ശേഷമാണ് അപ്പച്ചനെ നമ്മൾ സർജറിക്ക് വിധേയനാക്കിയത്. അച്ഛൻ സർജറി വളരെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്തു. നമ്മൾ സർജറി കഴിഞ്ഞ് 9ാം ദിവസം അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. അച്ഛൻ വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നു.